മലയാളത്തിൽ ഒരു ഒറ്റ അക്ഷരം ആ. ഈ ഒരു അക്ഷരം കൊണ്ട് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കാം. നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. ഉദാഹരണം, നിങ്ങളുടെ കാലെവിടെങ്കിലും തട്ടി വേദനിക്കുന്ന സമയത്ത് ആ കണ്ടോ, ഈ ഒരു ആ. ഇനി സിറ്റുവേഷൻ ഒന്ന് മാറുന്നു, നിൻ്റെ കൂട്ടുകാരൻ നീ കണ്ടായിരുന്നോ ആ. കണ്ടോ, സിറ്റുവേഷൻ ഒന്ന് മാറി, ഒറ്റ അക്ഷരം തന്നെ വേറെ സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാം. മലയാളി അതിൻ്റെ ഗുണമാണ്. ഇനി അടുത്ത സിറ്റുവേഷൻ, ഒരു പാട്ട് വരുന്ന സമയത്ത് ആ. കണ്ടോ, ഒരു മനോഹരമായ പാട്ടിൽ ആന്ന് പറയുന്ന ഒരു അക്ഷരം കണ്ടോ, അത് മാറി, സിറ്റുവേഷൻ മാറിയപ്പോൾ. ഇനി അടുത്ത ഒരാളെ കള്ളത്തരം നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ നമുക്ക് യാ ഉപയോഗിക്കാം. ആ കണ്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു സുഖം വരുന്ന സമയത്ത് ഈ ആ ഉപയോഗിക്കുന്നത് നോക്കിക്കോണം. ഈ ഒറ്റ അക്ഷരം മലയാളി ആയതിൻ്റെ ഒരു ഗുണമേ കേട്ടോ. ആ ആ ആ ആ ആ ആ. ഒറ്റ അക്ഷരം ഡിഫറൻ്റ് ആയിട്ടുള്ള വികാരങ്ങൾ കണ്ടോ, ഒരു മലയാളി ആയതുകൊണ്ടുള്ള ഗുണം കണ്ടോ. ഇതിനകത്ത് ഈ 4 സിറ്റുവേഷനിൽ ഞാൻ ആ ഉപയോഗിച്ചല്ലോ. ഇതിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഏതായ ഉപയോഗിക്കുക എന്നുള്ളത് അവരെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നിങ്ങളൊന്ന് പറയണേ. മാത്രമല്ല മാക്സിമം നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രൗഡ് ടു ബി എ മലയാളി. ബാക്കിയെല്ലാം പോകാൻ പറ. ഇറ്റ്സ് മീ അൽത്വാഫ് സൈനിങ് ഔട്ട്.